നാളെ കഴിഞ്ഞ് മറ്റന്നാളാണ് ഇന്ത്യ ബംഗ്ലാദേശ് T20ക്ക് തുടക്കമാവുന്നത്. ഇന്ത്യൻ സമയം രാത്രി 7 മണിക്കാണ് മാച്ച് ആരംഭിക്കുന്നത്. കളി ഏത് ചാനലിലായിരിക്കും? ഇന്ത്യയുടെ പ്ലേയിങ് 11 എങ്ങനെയായിരിക്കും? സഞ്ജു പ്ലേയിങ് 11ൽ ഉണ്ടാകുമോ? തുടങ്ങി ഇന്ത്യ ബംഗ്ലാദേശ് ആദ്യത്തെ T20യുടെ കംപ്ലീറ്റ് പ്രിവ്യൂവാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. സഞ്ജുവിന് സ്ഥാനക്കയറ്റമാണ് കൊടുത്തിരിക്കുന്നത്. ഗംഭീർ സഞ്ജുവിനെ കൈവിടില്ല. പണ്ട് ദ്രാവിഡ് കോച്ചായിരിക്കുമ്പോൾ സഞ്ജുവിന് പ്ലേയിങ് 11ൽ സ്ഥാനമുണ്ടായിരുന്നില്ല. എപ്പോഴും ഋഷഭ് പന്താണ് കളിക്കാറ്. എന്നാൽ ഇപ്പോൾ ഗംഭീർ വന്നതോടെ ഋഷഭ് പന്തിൻ്റെ സ്ഥാനം തെറിച്ചിരിക്കുകയാണ്. സഞ്ജുവാണ് ഇന്ത്യയുടെ മെയിൻ കീപ്പർ. അതുമാത്രമല്ല സഞ്ജുവിന് പ്രൊമോഷൻ കൊടുത്തിരിക്കുകയാണ്. ഇപ്രാവശ്യം സഞ്ജുവാണ് ഇന്നിങ്സ് ഓപ്പൺ ചെയ്യുന്നത്. സഞ്ജു മാത്രമല്ല അഭിഷേക് ശർമ്മയും. ഇനി 1 ഡൗണിൽ സൂര്യ കളിക്കും. അതുപോലെ 4 നമ്പറിൽ ഹാർദിക് പാണ്ഡ്യയുണ്ട്. ഫിനിഷറായിട്ട് റിങ്കു സിംഗും. ഇനി ബംഗ്ലാദേശ് T20യിൽ തിളങ്ങാൻ പോകുന്നത് മായങ്ക് യാദവ് ആയിരിക്കും. കഴിഞ്ഞ IPLൽ ഏറ്റവും വേഗതയിൽ പന്തെറിഞ്ഞ താരമാണ് മായങ്ക്. ഓരോ ഓവറിൽ 155 മുകളിൽ പലതവണ മായങ്ക് പന്തെറിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ IPLലെ തരംഗമായിരുന്നു മായങ്ക്. അദ്ദേഹത്തെയാണ് ഇപ്പോൾ T20യിലേക്ക് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ T20 എല്ലാവരും ആവേശത്തോടു കൂടിയാണ് കാത്തിരിക്കുന്നത്. ഇന്ത്യൻ ടീമിൽ മുഴുവനായിട്ടും യുവതാരങ്ങളാണ്. സൂര്യയാണ് ഇന്ത്യയുടെ ക്യാപ്റ്റൻ. പാണ്ഡ്യയുമുണ്ട്. ബാക്കി ആരും തന്നെ സീനിയർ താരങ്ങളില്ല. എല്ലാവരും യുവതാരങ്ങളാണ്. അപ്പോൾ ആദ്യത്തെ T20ക്കുള്ള ഇന്ത്യയുടെ പ്ലേയിങ് 11 നോക്കാം. അഭിഷേക് ശർമ്മ, സഞ്ജു സാംസൺ, സൂര്യകുമാർ, ഹാർദിക് പാണ്ഡ്യ, ശിവൻ ദുബെ, റിങ്കു സിംഗ്, വാഷിംഗ്ടൺ സുന്ദർ, രവി ബിഷ്ണോയ്, ഹർഷദീപ് സിംഗ്, ഹർഷിത് റാണ, മായങ്ക് യാദവ്. ഇതാണ് ഇന്ത്യയുടെ പ്ലേയിങ് 11. ഇപ്രാവശ്യം ഇന്ത്യ അടിച്ചു തകർക്കുമെന്നത് ഉറപ്പാണ്. ടെസ്റ്റ് പരമ്പര ഇന്ത്യ നേടി. അതുകൊണ്ട് T20 പരമ്പരയും ഇന്ത്യ സ്വന്തമാക്കും. ബംഗ്ലാദേശ് ഇന്ത്യക്ക് ഒരു എതിരാളി പോലും ആയിരിക്കില്ല. ഇനി T20 TV-യിൽ സ്പോർട്സ് 18 എന്ന ചാനലിലാണ് ടെലികാസ്റ്റ് ഉള്ളത്. ജിയോ സിനിമയിലും കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.